الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قيل لكم تفصحوا في المجالس فافصحوا يفصح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികൾ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും യഥാവിധം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും അനക്കങ്ങളെയും അടക്കങ്ങളെയും രഹസ്യ പരസ്യ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകിയതുപോലെ ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. നന്മ കൈവരിച്ചവർ വിജയിച്ചു. വിജയികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫമൻ സുഖ്സിഹ അനിന്നാരി വഅദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയതുപോലെ സാധ്യമാകുന്ന വിധം അള്ളാഹുവിലേക്ക് നമ്മൾ ദുആയിലൂടെ അടുക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മെ പല സ്വഭാവത്തിലുള്ള ദുആകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഖുതുബയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകൾ ധാരാളം ഖുർആനിൽ നമ്മളെ ഉണർത്തുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. കഅബ നിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ചേർന്ന് പ്രാർത്ഥിച്ച ദുആ.
എന്നതുപോലെ ധാരാളം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബി സിദ്നി ഇൽമ. അല്ലാഹു ഞങ്ങൾക്ക് ഇൽമ് അധികരിപ്പിച്ചു തരണം, ഇൽമ് വർദ്ധിപ്പിക്കണം. ഞങ്ങൾക്ക് ഇൽമുണ്ട്, ഇൽമ് നൽകണമേ എന്നതല്ല, ഇൽമ് ഞങ്ങൾക്ക് ധാരാളമായിട്ട് അധികരിപ്പിച്ചു തരണം. ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇൽമ് നഷ്ടപ്പെട്ടു പോയാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ് പ്രൊഡക്ഷന്റെ കാലം എന്നതാണ് നമ്മളിപ്പോ ഈ കാലത്തെ വിശേഷിപ്പിക്കാറ്. വിരൽത്തുമ്പിൽ അറിവുകൾ ലഭ്യമാകുന്ന കാലം എന്നതാണ് നമ്മൾ പറയാറുള്ളത്. ഈ പ്രാർത്ഥന തന്നെ നോക്കൂ നിങ്ങൾ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമിനെ നൽകണം എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്കുള്ള ഇൽമിനെ ഞങ്ങൾക്ക് അധികരിപ്പിച്ചു തരണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ചിലപ്പം ഈ ലോകത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അറിവില്ലാത്തവരായിട്ട് ഞങ്ങൾ മാറും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണം, അധികരിപ്പിച്ചു തരണം എന്നുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ധാരാളം. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു ഉപകാരപ്രദമായ ഇൽമ് ഞങ്ങൾക്ക് നൽകണം, പ്രയോജനപ്രദമായ ഇൽമ് ഞങ്ങൾക്ക് നൽകണം. എല്ലാ ഇൽമ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇൽമ് ധാരാളമുള്ള ആളുകൾ തന്നെ അവിവേകികളായിട്ട് മാറും, വിഡ്ഢികളായിട്ട് മാറും, പൊട്ടന്മാരായിട്ട് മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂജാഹിൽ. അബുൽ ഹക്കം എന്നതായിരുന്നു പേര്. നല്ല വിവരമുള്ള, വിവേകത്തിന്റെ പിതാവ്, വിശുദ്ധം ഉള്ള ആള്. അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിൽ നിരക്ഷരനായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. വായിക്കാനും എഴുതാനും അറിയില്ല. ഇപ്പൊ വഹി ഇറങ്ങുന്ന സമയത്ത് റസൂലിനോട് പറഞ്ഞല്ലോ, വായിക്കൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വായിക്കൂ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, എനിക്ക് വായിക്കാൻ എഴുതാനൊന്നും അറിയില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജ്ഞാനമില്ലാത്ത ആളായിരുന്നു, അറിവില്ലാത്ത ആളായിരുന്നു. ഈ കാലഘട്ടം അങ്ങനെയായിരുന്നു, എല്ലാവരും അങ്ങനെ. പക്ഷെ ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും വിവരമുള്ള ആൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അബൂജാഹിലായിരുന്നു. ഈ അബൂജാഹിൽ അന്ന് അബൂജാഹിൽ ആയിട്ടില്ല, റസൂലാണ് ആ പേരിട്ട്. അദ്ദേഹത്തിന് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം. വായിക്കാനും എഴുതാനും അറിയുന്ന ഒരു മനുഷ്യനെ റസൂലുള്ള നൽകുന്ന പേരാണ് വിവേകമില്ലാത്ത ആൾ, പടുവിട്ടി, അവിവേകി, ജാഹിലിയത്തുള്ള. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്തവെന്നാണ് അർത്ഥം. അപ്പൊ പ്രയോജനപ്രദമായ ഇൽമില്ലെങ്കിൽ അറിവുള്ള ആളും എന്താവും, ചിലപ്പം അബൂജാഹിലായിട്ട് മാറും, ജാഹിലിന്റെ ബാപ്പിയായിട്ട് മാറും എന്നർത്ഥം. അപ്പൊ ഉപകാരപ്രദമായ ഇൽമ്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമൻ നാഫിഅ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൽമ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി നൽകണം എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ത്വാഹയിൽ നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി സിദ്നി ഇൽമ, ഇൽമ് അല്ലാഹുവേ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം. അപ്പൊ ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടില് ഞങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും ഇൽമ നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പം ഈ കാലത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. വളരെ ശരിയാണ്. ഇപ്പൊ നമ്മളെ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ സ്കൂളൊക്കെ തുറന്നപ്പോ നമ്മളെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാല് വായിക്കേണ്ടതും പഠിക്കേണ്ടതും കുറച്ച് കുട്ടികളാണ്. അത് ഒരു ഡിഗ്രി വരെ, ഒരു 20 വയസ്സ് വരെ അതിന് നമ്മളൊരു രീതിയുണ്ട്. ആ രീതി 5-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 3.5 വയസ്സാകുമ്പോഴോ 4 വയസ്സാകുമ്പോഴോ അഡ്മിഷൻ എടുക്കും. എന്നിട്ട് പിന്നെ KG കൂടെ പോകും, LP കൂടെ വരും, UP കൂടെ വരും, ഹൈസ്കൂൾ പോകും, +2 ആവും. ശേഷം എന്തെങ്കിലും ഒരു സ്കില്ലിലോ വേറെ എന്തെങ്കിലും ഒക്കെ കോഴ്സിലൊക്കെ പഠിച്ച് ഒരു 20-21 വയസ്സോട് കൂടിയിട്ട് വിവരം, വായന, പഠനമൊക്കെ നിർത്തി. അങ്ങനെയാണ് നമ്മുടെ ഒരു അന്തരീക്ഷം. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൽ നിങ്ങൾ ലോകം അവസാനിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ ഒരാൾ വിവരം അന്വേഷിച്ചുകൊണ്ടിരിക്കണം, വായിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചു, നാളെ നിങ്ങൾക്ക് ലോകം തിരിയും. നാളെ നിങ്ങൾക്ക് ഭൗതിക നിങ്ങളുടെ അവസ്ഥകളും നിങ്ങളുടെ സാമൂഹിക അന്തരീക്ഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പഠിക്കണം, അന്വേഷിക്കണം, വിവരങ്ങൾ തേടണം, വായിക്കണം. ഇത് ലോകം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആയുസ് തീരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വിവരവും ഇൽമും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നോക്കണം.
സർട്ടിഫിക്കറ്റ് അല്ല യഥാർത്ഥത്തിൽ ഇതിലുള്ള ഒരു മാനദണ്ഡം എന്ന് പറയാം. ഇന്ന സർട്ടിഫിക്കറ്റ് നേടും. ചില ആളുകൾ ഉണ്ടാവും നമ്മള് ഒരു വിഷയത്തിൽ നന്നായിട്ട് ആ വിഷയത്തിന്റെ എല്ലാ വകവും തലവും ഒക്കെ തിരിക്കുന്ന വിധത്തിൽ അതിന് ആഴത്തിൽ ഊഴിയിട്ട് കൊണ്ട് പഠിക്കുന്ന റിസർച്ച് നടത്തുന്ന ഇത് നമ്മുടെ സമൂഹത്തിന് വേണം. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്ന് പറയുന്നത് ആ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇൽമ് തേടി പുറപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠനാണ്. അതായത് ഒരു ആബിദിനേക്കാൾ ശ്രേഷ്ഠനാണ് ആര്? ആലിമ്. ആബിദ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരാള് സ്വകാര്യമായിട്ട് സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് കർക്കങ്ങളൊക്കെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനോട് പ്രത്യേകമായ ഒരു സ്നേഹം, അവന് ആബിദ് എന്ന് പറയുന്ന ഒരു വലിയ പദവിയിലേക്ക് നമ്മൾ അവനെ ഉയർത്തും. വേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സുന്നത്ത് നമസ്കാരത്തിനേക്കാൾ, നാഫിലത്തായ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠർ യഥാർത്ഥത്തിൽ ആലിമായ ഒരാളാണ്. അറിവന്വേഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും എന്ന് പറഞ്ഞതാണ്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? പ്രായം അവസാനിക്കുന്നു എന്ന് വെച്ചിട്ട് വായനയും പഠനമൊക്കെ ഉപേക്ഷിക്കണം എന്നതല്ല. നമ്മൾ ഇൽമിന്റെ വഴിയിലാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും. ഇൽമിന്റെ വഴിയിലാണെങ്കിൽ അപ്പൊ സ്വർഗപ്രവേശനമല്ലോ പാരത്രികമായി. ഇമാം ഗസാലി റഹിമഹുള്ളയുടെ സാധാരണഗതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, ഖുർആനും ഹദീസും കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് മുസ്ലിം ലോകവും മുസ്ലിം ജനതയും വായിക്കുന്നതോ വായിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ വായിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതായ ഒരു ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഇമാം ഗസാലി റഹിമഹുള്ള ഏറ്റവും വലിയൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ആദ്യം ആരംഭിക്കുന്നത് വായനയുടെ ശ്രേഷ്ഠത വെച്ചാണ്. വായനയുടെ ശ്രേഷ്ഠത ഇപ്പൊ എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതും ഇമാം ഗസാലി റഹിമഹുള്ള അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇൽമ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ്, പ്രയോജനപ്രദമല്ലാത്ത ഇൽമ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ഇൽമ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ചിലപ്പോൾ ഇൽമ ചിലപ്പോൾ പ്രയോജനപ്രദം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു MD കഴിഞ്ഞ് MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ ഒരുത്തൻ, ആരോഗ്യത്തെ കുറിച്ചിട്ട് നല്ല ജാഗ്രതയുള്ള ഒരുത്തൻ, ദീർഘകാലം 5 കൊല്ലം MBBS പൂർത്തിയാക്കി, അതിന്റെ എല്ലാം പൂർത്തിയാക്കി, മെയിൻ അതിന്റെ ഒരു ജനറൽ മെഡിസിൻ എടുത്ത് അതിൽ തന്നെ പ്രത്യേകമായി കൊണ്ട് റിസർച്ച് ഒക്കെ നടത്തി എല്ലാ യോഗ്യതയും സർട്ടിഫിക്കറ്റും ഉള്ള ഒരു ഡോക്ടർ വെള്ളടിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയാ? മദ്യപിക്കുന്ന ഒരു ശീലമുള്ള ഡോക്ടറാണെങ്കിൽ എന്താ പറയാ? അല്ല, ഞാൻ എന്റെ ഒരു വിജ്ഞാനം ഞാൻ നേടി, ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പഠിച്ചതാണ്, അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ചെലവുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുത്തേക്ക് ഒരു രോഗി വരികയാണ്. അപ്പൊ ആ രോഗി വരികയാണ്. അപ്പൊ രോഗിക്ക് നമുക്കറിയാം ചെറിയ അസുഖമുള്ളൂ, പക്ഷെ ഡോക്ടർമാർ പറയുന്നതായിരിക്കുമല്ലോ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്ക്. അപ്പൊ രോഗിനോട് പറയുന്ന ഇന്ന പ്രശ്നമുണ്ട്, അപ്പൊ ഒന്ന് തീർക്കണം, ചിലപ്പോൾ ആവശ്യമില്ലാത്ത വിധത്തിൽ മരുന്ന് എഴുതാം. മരുന്ന് കമ്പനികൾക്ക് വേണമെങ്കിൽ അങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ചെറിയൊരു സ്വഭാവത്തിൽ മരുന്ന് കമ്പനികളൊക്കെ ആയിട്ട് വാങ്ങിച്ച് ചെറിയൊരു ധാരണ എത്താം, പല ഓഫറുകൾ വെക്കും. അപ്പൊ ആ മരുന്ന് കമ്പനികൾ പറയുന്ന മരുന്ന് എഴുതി കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അഡ്മിറ്റ് ആവശ്യമില്ലെങ്കിൽ അഡ്മിറ്റ് നിർദ്ദേശിക്കാം, സർജറി ആവശ്യമില്ലെങ്കിൽ സർജറി നിർദ്ദേശിക്കാം. ഇങ്ങനെ ഒരു ഡോക്ടർ ചിന്തിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ നമ്മുടെ കാലത്തിൽ അയാൾ ഇൽമുള്ള ഡോക്ടർ വൈജ്ഞാനം നേടിയിട്ടുള്ളതാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം സമൂഹം അയാൾക്ക് പടുജാഹിൽ, ഇയാളെ നോക്കിയിട്ടാണ് റസൂൽ അബൂജാഹിൽ എന്ന് പേര് വിശേഷിപ്പിച്ചത്. ഇങ്ങനെയുണ്ടാവും സമൂഹത്തിൽ, ഇങ്ങനെയുണ്ടാവും. സാധാരണ നമ്മൾ പറയലുണ്ട് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളം എന്ന് നമ്മൾ നമ്മുടെ രസതന്ത്രത്തിൽ കെമിസ്ട്രിയിലൂടെ കുട്ടിയെ ചൊല്ലി പഠിപ്പിക്കുന്നു. മോനെ എന്താണ് 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർന്നാൽ വെള്ളം? കുട്ടി അത് പഠിക്കും. ആ 2 ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് കഴിഞ്ഞാൽ വെള്ളം, ആ പഠനം അതോടുകൂടി പൂർത്തിയായിട്ടില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹിക്കുന്ന നിന്റെ ഒരു സുഹൃത്തിന്, ജാതി മതം നോക്കാതെ, ഏതാണെന്ന് നോക്കാതെ, രാഷ്ട്രീയ ബോധം ഏതാണെന്ന് നോക്കാതെ ദാഹിക്കുന്ന ഒരു സുഹൃത്തിന് നീ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിന്റെ പഠനം പൂർത്തിയാകുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇൽമിന്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചിട്ട് കാര്യമല്ല. 2 ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നാൽ വെള്ളം എന്നാ നമുക്ക് ഉണ്ടാക്കാനും കഴിയില്ല. ആ ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹിക്കുന്ന എന്റെ ഒരു സുഹൃത്തിന്, എന്റെ അയൽവാസിക്ക് ചോദിച്ചു വരുന്നവര്
ദാഹജലം നിഷേധിക്കപ്പെട്ടവനും കൂടി അർഹതയുള്ളതാണ് എന്റെ കുടിവെള്ളം എന്ന ഒരു തോന്നലിൽ നിന്ന് അത് കൊടുക്കുമ്പോഴാണ് നിന്റെ ഇൽമിന് എന്ത് വരുന്നത്, പൂർണ്ണത വരുന്നത്. ഇത് നഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ ഇസ്ലാം എങ്ങനെയാണ് ഇൽമിനെ കണ്ടിട്ടുള്ളത്? ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂട്ടത്തിലെ വിശ്വാസികൾക്ക് എന്തിട്ടുണ്ട്, പദവികൾ ഉയർത്തിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ വിശ്വാസികളെക്കാൾ അപ്പുറം ഇൽമിലുള്ള ആളുകളാണ് വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ഇൽമ നേടിയെടുത്ത ആളുകൾ, ഈ ഇൽമ നേടിയെടുത്ത ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പദവി നൽകിയിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള ദറജാത്തുകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, തലബുൽ ഇൽമി ഫരീളത്തൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമും ഇൽമ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഫർളായ ഒരു കാര്യമാണ്. ഇൽമ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഫർളായ ഒരു കാര്യമാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൽമ നേടിയെടുക്കുമ്പോൾ ഒന്ന് നമുക്ക് ഉപകാരപ്പെടാം. ഇൽമിന്റെ ആത്യന്തികമായ ലക്ഷ്യം ശാസ്ത്രം പഠിച്ചുകൊണ്ട് നാസ്തികനാവലല്ല, ശാസ്ത്രം പഠിച്ചുകൊണ്ട് കുതർക്കിയായിട്ട് മാറലല്ല, ഈ ഫിഖ്ഹിന്റെ നൂറാമാലകൾ പഠിച്ച് ഗന്ധന മനനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കലല്ല. നമ്മളുണ്ട് സാധാരണഗതിയിൽ നമ്മൾ വിളിക്കും. ഇതും ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീൻ വിശദീകരിക്കുന്നുണ്ട്. പ്രയോജനപ്രദമായ ഇൽമും മോശമായ ഇൽമും. ആ ഇൽമിൽ മോശമായ ഇൽമിലാണ് ഒന്ന് സിഹ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം. അതൊരു വൈജ്ഞാനികമാണ്. ഇതെവിടെ കൊണ്ടെത്തിക്കാന്ന് ചോദിച്ചാൽ മനുഷ്യ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തും. അപ്പൊ അപകടകരമായ ഒരു ഇൽമാണ്. നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ചിലതൊന്നും അള്ളാഹ് നിങ്ങൾക്ക് അങ്ങനെ വ്യക്താക്കി തന്നിട്ടില്ല. നിങ്ങളുടെ ചിന്തക്കും ഒരു പക്ഷെ ഒരു പരിധി ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ചിന്തക്ക് ആലോചിച്ചാൽ ഉത്തരം കണ്ടാത്തത് ചിലത് ഉണ്ടാവും. യുക്തി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ പറയും യുക്തി, ഇതിന്റെ ഒരു യുക്തി എന്താ? ആ യുക്തി ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടൂല. അത് നമ്മുടെ ഒരു പരിമിതിയാണ്, മനുഷ്യരുടെ ഒരു പരിമിതിയാണ്. ഇത് അതിന് ഉത്തരമല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിക്കുള്ള ഒരു പരിമിതി ഉണ്ട്. യുക്തി കൊണ്ട് ആലോചിച്ചാൽ ചിലപ്പോൾ ചിലത് നമുക്ക് ഉത്തരം കിട്ടൂല. വളരെ സിമ്പിളായ കാര്യം തന്നെ. നമുക്കറിയാം, സുബഹ് നിസ്കാരം എന്ന് പറയുന്നത് അല്പം തന്നെ ഒരു സഹനക്ക് ആവശ്യമുള്ള ഒരു നാളല്ലോ. രാവിലെ 4:04 നീക്കണം, സുബഹ് ബാങ്കിന്റെ മുമ്പ് എഴുന്നേൽക്കണം, പള്ളിയിൽ ജമാഅത്തിന് പോകണം, മഴക്കാലത്തായാലും തണുപ്പാലത്തായാലും പോകണം. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് രാവിലത്തെ തണുപ്പിൽ ഒന്നുണ്ടാക്കണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണേ, 2 റക്അത്ത്, ഒരു 2 റക്അത്തിന് വേണ്ടിട്ട് എത്ര കഷ്ടപ്പാട്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു സമയം, ഈ പകലിന്റെ സമയം, ധൃതി പിടിച്ച് തിരക്കി പിടിച്ചിട്ട് ഓടുന്ന സമയം. അതിന്റെ ഇടയിലാണ് 4 റക്അത്ത്. ഒരാളിങ്ങനെ ഭയങ്കരമായ ഫിഖ് നടത്തിയിട്ട് ഇത് നടത്തിയിട്ട് അയാൾ തീരുമാനിക്കുകയാണ് എന്തിനാ ഇങ്ങനെയൊക്കെ. ഇപ്പൊ യുക്തി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമില്ല. ശരിക്കും നമ്മൾ യുക്തി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ സുബഹിൽ 4 6 ആക്കണം. അത് മുതലാവണം, വന്തിന് മുതലാവണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉറക്കുന്നൊക്കെ എഴുന്നേറ്റിട്ട് നമുക്ക് വന്നിട്ട് 2 റക്അത്ത്, അത് 3 ആക്കാൻ പറ്റില്ല, 4 ആക്കാൻ പറ്റില്ല. എന്താ അതിന്റെ യുക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയാം. ചിലത് അങ്ങനെയാണ്. എന്താ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിന്റെ ഇടയിൽ എന്താ 4 റക്അത്ത് ളുഹുർ, 1 റക്അത്ത് പോരെ ളുഹുർ. എന്നപ്പോ ഈശ കുറച്ച് സാവധാനത്തിലൊന്നും ആക്കുകയാണെങ്കിൽ 5 റക്അത്തോ 6 റക്അത്തൊക്കെ നിസ്കരിക്കാൻ. അപ്പൊ ചിലത് അങ്ങനെ, ചിലത് നമ്മളങ്ങനെ പഠിപ്പിക്കും. അത് നമ്മൾ കാട് കയറി പോകേണ്ടയില്ല. അതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ ചിലപ്പോൾ നമ്മളങ്ങനെ കയറി കണ്ട് ശാസ്ത്രത്തിലൂടെ കേറിയിട്ട് അവസാനം ഒരൊറ്റ പോയിന്റിലെത്തും, ദൈവ നിഷേധം, നാസ്തികതയിലെത്തും. ഓ നേടിയെടുത്തത് ഇൽമുള്ളവനായിരിക്കെ തന്നെ അബൂജാഹിലായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഇൽമുകളെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ ഇൽമുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. മാത്രമല്ല, ഇൽമ നേടുന്നതോട് കൂടിയിട്ട് നിങ്ങൾ സങ്കുചിതായി പോകാൻ. നമ്മൾ വിചാരിക്കും നമ്മൾ ഫിഖ്, ഇസ്ലാമിൽ തന്നെ ധാരണ, ഇസ്ലാമിൽ ഫിഖ്ഹിനെ കുറിച്ചിട്ട് പറയും. ഫിഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയുന്നത്? ഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴത്തിൽ ഉള്ളിയിട്ട് ഒരു കാര്യത്തിന് ഗവേഷണം നടത്തുന്നതിനാണ് ഫിഖ് എന്ന് പറയുന്നത്. സൂറത്ത് തൗബയിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ അള്ളാഹ് തന്നെ നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാവരും യുദ്ധത്തിന് പോകരുത്, നിങ്ങളെല്ലാവരും യുദ്ധത്തിന് ഇറങ്ങി പോകരുത്. നിങ്ങൾ കുറച്ചാളുകൾ എന്ത് ചെയ്യണം? കുറച്ചാളുകൾ നിങ്ങൾക്ക് ഗവേഷണ പഠന മനനത്തിന് വേണ്ടിയിട്ട് നിൽക്കണം. എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങിപ്പോയത് ദീനിൽ അവഗാഹമുള്ള ആളുകളായിട്ട് നിങ്ങൾ കുറച്ച് ആളുകളാണ്. അതെന്തിനാണെന്നറിയോ? വലിയ നിങ്ങൾ ഉണ്ടെങ്കിലേ ഈ കൗമിന് മുന്നറിയിപ്പ് നൽകാൻ കഴിയുള്ളൂ.
അങ്ങനെ ദീനിൽ അവഗാഹമുള്ള ആളുകൾ ഉണ്ടാവണം. എല്ലാവരും യുദ്ധത്തിനിടയിൽ പോകരുത്. കുറച്ചാളുകൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാവണം. കുറച്ചാളുകൾ പഠിക്കാനും ഗവേഷണത്തിനും വേണ്ടിയിട്ടാണ്. ഇൽമ എല്ലാവർക്കും വേണം, പക്ഷെ അതിൽ കുറച്ചാളുകൾ നിപുണന്മാരായ കുറച്ചാളുകൾ വേണം. എന്ത് പഠിക്കുന്നു എന്നല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിർ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, തീർച്ചയായും ഇൽമുള്ള ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുക എന്ന് പറയുന്നത്. ഇൽമുള്ള ആളുകളാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക. നമ്മൾ വിചാരിക്കണം ഇൽമുള്ള ആളുകൾ, അപ്പൊ അത് ഇൽമുള്ള ഖുർആനിൽ ഇൽമുള്ള ആളുകൾ, ഹദീസിൽ ഇൽമുള്ള ആളുകൾ, അള്ളാഹിനെ കുറിച്ച് ഇൽമ ആളുകൾ. ഇത് വളരെ പ്രധാനമാണ്. പരലോകത്തെ കുറിച്ചിട്ട് ഇൽമു വേണം. ഈ ഇൽമിന്റെ ആത്യന്തികമായിട്ട് എന്താ വെച്ചാൽ പാരത്രിക ജീവിതത്തിലൊക്കെ, ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ ബൗദ്ധികന്മാരായിട്ട് പോകും. അതേസമയം തന്നെ പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ എന്ന് പറയുന്ന ഈ ആയത്ത് ഒരു ആയത്തിന്റെ അവസാനം. ഈ ആയത്തിന്റെ തന്നെ ആദ്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, വമിനൻ നാസി വദ്ദവാബി വൽ അൻആം, മനുഷ്യരുടെ കൂട്ടത്തിൽ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ, കന്നുകാലികളുടെ കൂട്ടത്തിൽ, മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളുള്ള ആളുകൾ, മനുഷ്യ പ്രകൃതക്കാരൻ. അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിൽ പറയാൻ എന്താ എന്നിട്ട് പറയാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ. അപ്പൊ ഇത് പറഞ്ഞിട്ട് എന്തിനാ അതിന് സുഹൃത്ത് ഈ ആയത്തിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങൾ, തൊട്ടുമുള്ള ആളുകൾ, കണ്ണുള്ള ആളും കണ്ണില്ലാത്ത ആളും സമന്മാരാകും. രാവും പകലും സമാണ്. മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, മാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പാലത്തിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ ഇറക്കിൽ തന്നെ ഒരു രസമുണ്ട്. ഒന്നായിട്ട് പേമാരി വീണ മാതിരിയല്ലല്ലോ പെയ്യണത്, തുള്ളി തുള്ളിയായിട്ടാണോ പെയ്യുന്നത്. ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കാണുന്ന ഫലങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ട് പറയാം മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്നു, കന്നുകാലികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു, മൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ ഖുർആനിലെ ഒരു ഒറ്റ വാക്കാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹനെ ഭയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാ? ഈ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ. എന്തൊക്കെയാ ഇതിൽ വന്നത് അറിയുന്നത്? നമ്മൾ പറയുന്ന ടെക്നോളജി വന്നു, ഹ്യൂമാനിറ്റി സ്റ്റഡീസ് വന്നു, മാനവിക വിഷയങ്ങൾ വന്നു, നമ്മൾ പറയുന്ന ബോട്ടണി വന്നു, നമ്മൾ പറയുന്ന ഇവിടുത്തെ വേറെ എന്തൊക്കെയോ ശാസ്ത്രങ്ങളുണ്ട്, സുവോളജി വന്നു, നമ്മൾ പറയുന്ന ജോഗ്രഫി വന്നു, നമ്മൾ പറയുന്ന ജിയോളജി വന്നു, നമ്മൾ പറയുന്ന ഓഷ്യോളജി വന്നു. ഈ ഇതിനെ കുറിച്ചിട്ട് ഇൽമുള്ള ആളുകളാണ്. ഈ ഇൽമുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അറിവും വായനയും പഠനവും എന്ന് പറയുന്നത് ഇത് ഏതോ ഒരു സമയത്ത് നിർത്തിപ്പോയതല്ല. ഏതോ സമയത്തും മനുഷ്യൻ അവസാനിക്കുന്നത്, മനുഷ്യൻ തീർന്നാലും മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മരണത്തോടുകൂടി അവസാനിക്കും. അതിൽ ഒന്ന്, നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കുകയും പഠിപ്പിക്കുകയും എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ വൈജ്ഞാനികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ, അതും മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന സ്വതക്കത്തും ജാരിയാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൽമു നേടുക, അറിവ് നേടുക എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൽ തന്നെ പ്രയോജനപ്രദമായ ഇൽമു നേടിയെടുക്കുക, പ്രയോജനപ്രദമായ ഇൽമു നേടിയെടുക്കുക. അതുപോലെ തന്നെ ലോകത്തെ തിരിച്ചറിയുക, ലോക സാമൂഹ്യ അവസ്ഥ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞാലാണ് നല്ലൊരു ആബിദായിട്ട് മാറാൻ കഴിയും, നല്ലൊരു വിശ്വാസിയായിട്ട് മാറാൻ കഴിയും. അതുകൊണ്ട് ലോകം വികസിക്കുന്നതനുസരിച്ച് കണ്ട് വിശ്വാസികൾ ചുരുങ്ങല്ല വേണ്ടത്, വിശ്വാസികൾ കൂടി വികസിക്കുക, അതിനോടൊപ്പം വികസിക്കുക. പുതിയ മേഖലയിലേക്ക്, പുതിയ അറിവുകളിലേക്ക്, പുതിയ ലോകത്തിലേക്ക് മനനം കൊണ്ടും ചിന്ത കൊണ്ടും പഠനം കൊണ്ടും വായന കൊണ്ടും ഒക്കെ നമ്മൾ വളരുക. വിശ്വാസികൾ എന്ന നിലക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ടുന്ന കുറെ വായനയും പഠനം. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഖുർആനും ഹദീസൊക്കെ വായിക്കുകയാണ്. ഈ ഖുർആനും ഹദീസൊക്കെ വായിക്കുന്നതിന്റെ ഒരു രീതി തന്നെ നമ്മൾ ആലോചിച്ചു. ഇപ്പൊ കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ ശേഷം എത്രമാത്രം ഈ ഖുർആനായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, എത്രമാത്രം നമ്മൾ ഖുർആനായിട്ട് ബന്ധമുണ്ട്. ഹദീസ് വായിക്കുന്ന ഒരു ശീലം, പഠിക്കുന്ന ഒരു ശീലം, ഹദീസ് വളരെ പ്രധാനമാണ്. ഖുർആനും ഹദീസും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഹദീസ് പഠിക്കുന്ന ഒരു രീതി, ഹദീസ് വായിക്കുന്ന രീതി, എത്ര ഹദീസ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. എന്താണ് ഹദീസ്? ഖുർആൻ തന്നെ എന്താണ് നമുക്കുള്ളത്? അപ്പൊ അവിടെ മുതൽ നമ്മൾ തുടങ്ങാം. ഭൗതികന്മാരായിട്ടുള്ള അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അബൂജാഹികളായിട്ട് മാറും. വിവരം ഉണ്ടായിരിക്കെ തന്നെ അബൂജാഹിലായിട്ട് മാറും. ഇതിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കാം. അറിവും അതുപോലെ തന്നെ വൈജ്ഞാനിക അന്വേഷണവും നമ്മൾ വളരുന്നതനുസരിച്ച് തന്നെ കൂടെ നമ്മൾ ഉണ്ടാവും. ഏതോ ഒരു സമയത്ത് അടച്ചു വെച്ചതല്ല, വീണ്ടും വീണ്ടും തുറന്നു വെച്ച
ഒന്നായിട്ട് ലോകത്തെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, ചുറ്റുപാടിനെക്കുറിച്ച്, അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് നമ്മൾ വായിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സച്ചരിതയിൽ ഇഷ്ടക്കാരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവ് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെ മേലും ഫർളായ ഒരു കാര്യമാണ്. ഓരോ വിശ്വാസിക്കും ഫർള് ഐനാണ്. ഫർള് കിഫായ എന്നതിനേക്കാളപ്പുറം ഫർള് ഐനാണ് തലബുൽ ഇൽമി ഫരീളതൻ അലാ കുല്ലി മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യമാണ്. ഈ മാർഗത്തിലായാൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലും കൂടിയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പടച്ചറപ്പ് ഇൽമ് നേടുന്നത്, അറിവ് നേടുന്നത്, അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി പടച്ചറപ്പിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ ഭൂമിയിൽ നിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, എന്തെങ്കിലും വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ നീ പിടികൂടല്ല തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കണ്ട നാഥ. അല്ലാഹുവേ, നിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഞങ്ങൾക്ക് സാധ്യമാകുന്ന വിധത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സൽക്കർമ്മം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, സുന്നത്തായ അമലുകൾ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, നിന്റെ തൃപ്തിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഞങ്ങളുടെ ഈ അമലുകളൊക്കെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അതിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ നാഥ. അസൂയ, മതം, വിദ്വേഷം, വെറുപ്പ്, പൊങ്ങച്ചം, അഹങ്കാരം, സ്വാർത്ഥത തുടങ്ങിയ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. വിനയാന്വിതരാക്കിയിട്ട് മാറ്റണേ തമ്പുരാനെ. ക്ഷമാശീലനാക്കിയിട്ട് മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തിന്റെ ഉടമയാക്കിയിട്ട് നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവർ, ഇണുണ്ട്, തുണുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മാതാപിതാക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിന് സന്തോഷം നൽകണേ തമ്പുരാനെ. പിശാചിന്റെ ഷെറിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, മക്കൾ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ തമ്പുരാനെ. കൺകുളിർമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും മാതാപിതാക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ശിഫ നൽകണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരുടെയും പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, നമുക്കുടെ നാട്ടുകാർ, അയൽവാസികൾ, ഞങ്ങളുടെ പലരുടെയും മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ ഇന്ന് ഖബറിടത്തിലാണ്, നിന്നിലേക്ക് യാത്ര പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. നമ്മുടെ തന്നെ നാട്ടുകാരനായ മുഹമ്മദ് നാസിർ എന്ന് പറയുന്ന 15 വയസ്സുകാരൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അബദ്ധത്തിൽ വീണ് കോമാ സ്റ്റേജിൽ വെന്റിലേറ്ററിലാണ് എന്ന് ഷഹീർ സാഹിബിന്റെ മകനാണ്. നമ്മുടെ തന്നെ പ്രദേശത്തുള്ള ആളാണ്, സിയാം കണ്ടത്തുള്ള ഷഹീർ സാഹിബിന്റെ മകനാണ് മുഹമ്മദ് മാസിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. 15 വയസ്സായിട്ടുള്ള വെന്റിലേറ്ററിലാണുള്ളത്. കേൾക്കുമ്പോൾ വലിയ വേദനയും പ്രയാസം. അല്ലാഹുവേ, ആ കുടുംബം അനുഭവിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് ഇനി ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആ മോനെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ഇതുപോലെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും ഞങ്ങളുടെ ചുറ്റിലും ഞങ്ങൾക്ക് അറിയുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. മാരകമായ അസുഖം വന്ന് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ക്യാൻസർ വന്നിട്ട് പലയിടത്തും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പലപ്പോഴും പലതും അവയവം മാറ്റിവെക്കേണ്ട വിധത്തിൽ കിഡ്നി നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ലിവർ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. രോഗം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ.
ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിടെ പ്രാർത്ഥന നീ കേൾക്കണേ തമ്പുരാനെ, ഉത്തരം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളിലും ഞങ്ങളുടെ ചുറ്റിലും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പരീക്ഷണത്തിന്റെ മഴയെ ഞങ്ങൾക്ക് നൽകരുത് തമ്പുരാനെ. അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും കൺകുളിർമയുടെയും മഴ ഞങ്ങളിലും ഞങ്ങളുടെ ചുറ്റിലും നീ വർഷിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.